വെൽക്കം ബാക്ക്. വയനാട് പുനരധിവാസ ഫണ്ടിൽ വ്യക്തത വേണമെന്ന് ഹൈക്കോടതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തത വരുത്തണം. എത്ര തുക ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കണം. സ്റ്റേറ്റ് ഫിനാൻസ് ഓഫീസർ നാളെ ഹാജരാകണം. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം ദേവരാജ്, ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ? വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, മുഹമ്മദ് നിയാസ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് ഇക്കാര്യത്തിൽ ഫണ്ടിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തണം, അത് ഹൈക്കോടതിക്ക് അക്കാര്യത്തിൽ കൃത്യമായ വ്യക്തത വേണം എന്ന കാര്യം ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് എന്നാണ് നിർദ്ദേശം നൽകിയത്. പ്രധാനമായും സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. എത്ര തുക ആവശ്യമാണ് എന്ന കാര്യം സംസ്ഥാന സർക്കാർ അറിയിക്കണം. SDRF അക്കൗണ്ട് ഓഫീസർ, സ്റ്റേറ്റ് ഫിനാൻസ് ഓഫീസർ ഇതിനുവേണ്ടി നാളെ കഴിയുമെങ്കിൽ ഹാജരാകണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകുകയല്ല, ഓൺലൈനിൽ ഹാജരായി വിശദീകരണം നൽകിയാലും മതി. അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ അക്കാര്യം വിശദീകരിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകേണ്ട മറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരുപ്പ് സംസ്ഥാന സർക്കാർ അറിയിക്കണം. ഒപ്പം എത്ര ഫണ്ട് നൽകിയെന്നും ഇനി എത്ര ഫണ്ട് നൽകുമെന്നും കേന്ദ്ര സർക്കാരും അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തേണ്ടത് ദുരന്ത സമയത്ത് SDRF അക്കൗണ്ടിൽ എത്ര തുക ബാക്കിയുണ്ടായിരുന്നു എന്നതാണ്. ഈ തുക, ഇതിൽ എത്ര തുക വയനാടിനായി ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയും എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തത തേടുകയും ചെയ്തിട്ടുണ്ട്. ദുരന്തശേഷം ഇന്ന് വരെ കേന്ദ്ര സർക്കാർ എത്ര തുക ഇടക്കാല സഹായമായി നൽകി, അല്ലെങ്കിൽ അങ്ങനെ നൽകിയോ എന്ന കാര്യവും ഹൈക്കോടതി ചോദിച്ചു. സംസ്ഥാന സർക്കാരിനോടാണ് ഇക്കാര്യം ചോദിച്ചത്. സഹായധനം സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തത വരുത്തണമെന്നും ഹൈക്കോടതി വീണ്ടും നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഹൈക്കോടതി എടുത്ത ഒരു നിലപാട് ജനങ്ങളെ പുനരധിവസിപ്പിക്കുകയാണ് ലക്ഷ്യം എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കണക്കുകളിൽ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വ്യക്തത തേടിയതും. പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് സ്റ്റേറ്റ് അക്കൗണ്ടന്റ് ഓഫീസർ SDRFിലെ ഉദ്യോഗസ്ഥൻ നാളെ ഹൈക്കോടതിയിൽ ഇക്കാര്യം വിശദീകരിക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്രവും സംസ്ഥാനവും വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി.